ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഒന്ന് തന്നെയാണ്. ട്രെയിൻ യാത്രയെക്കുറിച്ച് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിന് മുന്നേ നമ്മളൊരു സഹോദരി ചെയിൻ പൊട്ടിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു വീഡിയോയും. ആ യുവാവ് വളരെ കൂളായിട്ട് അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. വളരെ കെയർഫുള്ളായിട്ട് അദ്ദേഹത്തെയും കെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോണെല്ലാം കെയർ ചെയ്തിട്ട് തന്നെയാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എങ്കിലും ആ ഫോൺ നോട്ടമിട്ടുകൊണ്ട് ഒരു ചെങ്ങായി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇങ്ങനെ നടന്നു പോകുന്ന നിങ്ങൾക്ക് ഈ CCTV ഫുട്ടേജ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം കറക്റ്റ് ആ ഫോൺ നോട്ടമിട്ട് കഴിഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ആ ഫോൺ നോട്ടമിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അത് കൊണ്ടുപോവുകയും ചെയ്യും. അതിനുള്ള റൈറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കാത്തിരിക്കുകയാണ്. അദ്ദേഹം അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് പോകുന്നുണ്ട്. സമയം കിട്ടുന്ന സന്ദർഭങ്ങളെല്ലാം തന്നെ ആ യുവാവുമായിട്ട് അടുത്ത് സംസാരിക്കാനും സംശയങ്ങൾ ചോദിക്കാനും എല്ലാം അദ്ദേഹം സമയം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ അദ്ദേഹം വളരെ ക്ലിയറായിട്ട് മറുപടി ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഒരു കൈ കൊണ്ട് അദ്ദേഹം മറുപടി പറയുന്ന സമയത്ത് മറ്റേ കൈ വളരെ അകത്തി വെച്ച് വളരെ കെയർഫുള്ളായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങൾ വിചാരിക്കും, എൻ്റെ കയ്യിലുള്ള ഫോൺ അങ്ങനെയൊന്നും പോകുകയില്ല. തീർച്ചയായിട്ടും നമ്മൾ വളരെ ഒരുപാട് ഷോർട്സുകളിലും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ കൈയൊക്കെ പുറത്തിട്ട് ഫോൺ ചെയ്യുന്ന സമയത്ത് കൈ അടിച്ചിട്ട് ആ ഫോണൊക്കെ നിലത്ത് വീണിട്ട് എടുത്തു പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെയും ഒരുപാട് അനുഭവങ്ങളുണ്ട്. ചില ആൾക്കാർ നിങ്ങളോട് സഹായത്തിനായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഫോൺ ചെയ്യട്ടെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആ ഫോൺ കൊടുക്കും, ആ ഫോണുമായിട്ട് അവർ പോവും. അങ്ങനെയാണ്. ചിലപ്പോൾ ഈ ആഭരണങ്ങളും അതുപോലെ മറ്റ് സാധനങ്ങളും എല്ലാം നിങ്ങൾ പുറത്തിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിച്ചു പൊട്ടിച്ച് അവർ ട്രെയിൻ എടുക്കുന്ന സമയത്ത് ഓടിപ്പോകാറുണ്ട്. പല രീതിയിലുള്ള അനുഭവങ്ങൾ. ഇന്ന് ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഒരു ദുരിത യാത്രയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കാരണം ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് അടക്കമുള്ള ചില ആൾക്കാർ ആ ട്രെയിനിൽ വന്ന് പൈസ ചോദിക്കുന്ന സമയത്ത് ആക്രമണങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറിയ കുട്ടികളെ അടക്കം ആക്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും അതുപോലെ തന്നെ ഫോണുകളും, ഐഫോണുകളാണെങ്കിൽ പ്രത്യേകിച്ച് അവർ നോട്ടമിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അത് കൊണ്ടുപോവുക തന്നെ ചെയ്യും. എത്ര വലിയ റിസ്ക്കും ആ കാര്യത്തിന് അവർ എടുക്കുകയും ചെയ്യും. 1, 2, 3 അറ്റംപ്റ്റ് നിങ്ങൾ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാം. ആ യുവാവിനെ അദ്ദേഹം നോട്ടമിട്ട സമയത്ത് പല ആവർത്തി അത് കൊണ്ടുപോകാനുള്ള ഒരു റൈറ്റ് ടൈം മാത്രമേ അദ്ദേഹത്തിന് ഇനി കിട്ടാനുള്ളൂ. അദ്ദേഹം വരുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്, പോകുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ആ സമയത്തെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ നോട്ടം ഈ യുവാവ് എന്ത് ചെയ്യുന്നു, ഈ യുവാവ് എപ്പോഴാണ് ഒരു റൈറ്റ് ടൈം അദ്ദേഹത്തിന് കൊടുക്കുക എന്ന് മാത്രമേ അദ്ദേഹത്തിന് നോക്കാനുള്ളൂ. ആ നോട്ടവും നിങ്ങൾക്ക് വളരെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എപ്പോഴും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞാൽ മാത്രം മതി. ആ സമയത്തിൽ അദ്ദേഹം അടിച്ചു കൊണ്ടുപോകും. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. അദ്ദേഹം അത് അടിക്കാൻ വേണ്ടിയിട്ട് കൈയിട്ട് നോക്കുകയാണ്. കറക്റ്റ് ടൈമിൽ അദ്ദേഹം അത് കണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് അത് പിടിക്കാൻ വേണ്ടി സാധിച്ചു. പക്ഷേ എല്ലാവർക്കും ഇത് സാധിച്ചു കൊള്ളണമെന്നില്ല. ഇത് നല്ലൊരു മനക്കട്ടിയും അതുപോലെ തന്നെ ധൈര്യവുമുള്ള ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ചിലപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിനെ പിടിച്ചു വെക്കാനും അതുപോലെ തന്നെ ഫോണുകൾ പിടിച്ച് വാങ്ങാനൊക്കെ സാധിക്കും. പക്ഷേ സ്ത്രീകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ആരോഗ്യമുള്ള ഒരു പുരുഷനാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് വെക്കാനൊന്നും സാധിക്കില്ല. കാരണം അദ്ദേഹം ട്രെയിനിൻ്റെ സൈഡിൽ ചവിട്ടി തെറിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പിടുത്തക്കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, വളരെ സൂക്ഷിച്ച് നിങ്ങൾ യാത്ര ചെയ്യണം. നിങ്ങൾക്ക് ഫോണുകൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എയർഫോണോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾ ഫോൺ ചെയ്യുക. അല്ലാതെ ഇത്തരത്തിൽപ്പെട്ട സാധാ ഫോൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിൻഡോ സീറ്റിൻ്റെ അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ മിക്കവാറും നിങ്ങളുടെ ഫോണും പോവും. ചിലപ്പോൾ നിങ്ങൾ ചവിട്ടത്തൊരടിയും കിട്ടും. ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ വലിച്ച് പുറത്തേക്കിടാം. അത്തരത്തിൽപ്പെട്ട അപകടങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ദീർഘദൂര യാത്ര തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ട്രെയിൻ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് വിലപിടിപ്പുള്ള ആഭരണങ്ങളോ ഫോണുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡ്രസ്സിൻ്റെ അകത്തിട്ടിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഫോണാണെങ്കിൽ എയർഫോൺ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. കാരണം ട്രെയിനിലൊക്കെ വരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഒരുപാട് ഇത്തരത്തിൽപ്പെട്ട ഈ കള്ളന്മാരും അതുപോലെ തന്നെ തട്ടിപ്പുകാരും എല്ലാം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് യാത്ര ചെയ്താൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമേ നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളൂ. ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഉപകാരപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ CCTV ഫുട്ടേജൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.